ഹലോ ഗായ്സ്, നമ്മൾ വെറുതെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. വെറുതെ ഇരുന്നിട്ട് വയ്യാതായി. പിന്നെ വീട്ടിൽ മാമനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിങ്കിരിൻ്റെ അവിടെ ടിങ്കിനെ നൈസായിട്ട് നമുക്ക് തലോടിയിട്ട് പോയാലോ. അങ്ങനെ ഇറങ്ങി നമ്മൾ കാറിൻ്റെ അവിടേക്ക് പോയി കാറിൽ പോകാമെന്നുള്ള പ്ലാനാണ്. മാമനുണ്ട്, അമ്മയും അച്ഛനും അനിയത്തി എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് പോകാനുള്ള പ്ലാനാണ്. ഞാൻ പോകാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്, ഞാനും മാമനും മാത്രം. പിന്നെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാറെടുത്തു, നേരെ വിട്ടു. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ പിടുത്തം. റോട്ടിൽ കണ്ടൊരു കാഴ്ചയാണ്. നമുക്ക് പട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നായ്ക്കളോടും പട്ടികളോടൊക്കെ. ആദ്യത്തെ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചു, വടയും സമൂസയും കാര്യങ്ങളാണ്. പിന്നെ ഉച്ചയപ്പോൾ ഫുഡ് ആർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞ അവരുടെ ഫ്രാഞ്ചൈസിയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ, കാര്യങ്ങളും അടിപൊളിയാണ്. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. തിരക്ക് കുറവായിരുന്നു, കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല, ഉച്ചനേരം ആയതുകൊണ്ടാവും തിരക്ക് കുറവ്. പക്ഷേ നല്ല ഒരു തിരക്കുള്ള ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഫ്രൂട്ട് ബേ. ഞാൻ കുറച്ചായി ഇവിടെ കയറിയിട്ട്. പിന്നെ കുറേ കാലമായിട്ട് വിചാരിക്കണം കാരണം പക്ഷെ നടന്നിരുന്നില്ല, കാരണം മുടിഞ്ഞ റേറ്റാണ്. എന്നാലും കുഴപ്പമില്ല. ഞാനൊരു ബനാന ഷേക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ സാധനം അടിച്ചു. മസ്റ്റ് ട്രൈ എന്ന അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ഫ്രൂട്ട് സലാഡും എല്ലാവരും കൂടിയിട്ട്, അനിയത്തി എല്ലാവരും അച്ഛനെല്ലാവരും കൂടിയിട്ട് ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി. ചെറിയൊരു കോൾഡ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയണത്. പിന്നെ മേമയുടെ വീട്ടിൽ മേമ പുതിയ 2 കിളികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ലവ് ബേഡ്സ് ആണെന്നൊക്കെ പറയണത്. മേമയ്ക്ക് പേര് കഴിഞ്ഞിട്ടാവും, കുഴപ്പമില്ല, ഇണങ്ങണില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ട് റെസ്റ്റ് എടുക്കണം.